സുഡാപ്പികളുടെ ഒരൊറ്റ സമരവാചകത്തോടെ തന്നെ സുഡിയോ എന്ന ബ്രാൻഡിന് കിട്ടിയ പരസ്യ പ്രചാരണം ചെറുതല്ല. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി സംഘടനയുടെ സമരം കൊണ്ട് ചുള്ളിൽ ഫ്രീ ആയിട്ട് സുഡിയോയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടി എന്ന് സാരം. ഇങ്ങനെ ഒരു ബ്രാൻഡിനെ കുറിച്ച് അറിയാത്ത സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ആ ബ്രാൻഡിന്റെ ഉടമ രതൻ ടാറ്റയാണ് എന്ന കാര്യം ഉൾപ്പെടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. 4 അക്ഷരം പഠിക്കേണ്ട സമയത്ത് കൊടിയും തൂക്കി ഇറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയ്ക്ക് കിട്ടിയതോ നല്ല 8ന്റെ പണിയും. സുഡിയോയ്ക്ക് വമ്പൻ പരസ്യം ഇല്ലാത്തതിനാൽ തന്നെ ഈ ഔട്ട്ലെറ്റുകളിൽ അഫോർഡബിൾ ആയി ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ലായിരുന്നു. ഔട്ട്ലെറ്റിന്റെ മോടിയും ലുക്കും കാണുന്ന സാധാരണക്കാരിൽ പലരും കരുതിയിരുന്നത് അവിടെ കാശുള്ളവർക്ക് മാത്രമേ ഷോപ്പിങ്ങിന് പറ്റൂ എന്നതായിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹിഷ്കരണം കാരണം സുഡിയോ ടാറ്റയുടെ വസ്ത്ര ഔട്ട്ലെറ്റ് ആണ് എന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നട്ടെല്ലായി നിൽക്കുന്ന വമ്പൻ ബ്രാൻഡാണ് എന്ന് അവർ എതിർക്കുന്നതെന്നും പലരും അറിയുകയാണ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണിത്. അവർ പങ്കുവച്ച ഫേസ്ബുക്കിലെ കുറിപ്പ് വായിക്കാനിടയായി. അവർ കുറിച്ചിരിക്കുന്ന വരികളിൽ തന്നെ പണ്ടുകാലത്ത് നല്ല ചെത്ത് സ്റ്റൈലൻ ഉടുപ്പുകൾ ചില്ലുകൂടുകളിൽ മാത്രം ദൃശ്യമായ കൗമാരത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നതും. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്റ്റാൻഡ് വിത്ത് സുഡിയോ എന്ന ക്യാമ്പയിൻ നടത്തി ആ വസ്ത്ര വിപണനശാലയെക്കുറിച്ച് നാടിന്റെ മുക്കിലും മൂലയിലുമുള്ള ആളുകളെ ബോധവാന്മാരാക്കുക എന്നതും ദേശീയതയിൽ ഊന്നിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. വസ്ത്രധാരണം പ്രിവിലേജിന്റെ ഭാഗമായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നല്ല സ്റ്റൈൽ ആൻഡ് മോഡൽ വസ്ത്രങ്ങൾ ഇടുന്നവരെ കാശുള്ള വീട്ടിലെ കൊച്ചെന്ന രീതിയിൽ പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വസ്ത്രധാരണം വെച്ച് തരംതിരിവ് നടത്താൻ പറ്റാത്ത ലൈഫ് സ്റ്റൈൽ ഫ്രണ്ട്ലി ആയ ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുന്നു. അതിന് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വസ്ത്ര വിപണന ബ്രാൻഡാണ് ടാറ്റയുടെ സുഡിയോ. സുഡിയോ എന്നാൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ട്രെൻഡിയായ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന ഔട്ട്ലെറ്റ് എന്നാണ് അർത്ഥം. സിനിമയിൽ നായികമാർ ഇടുന്ന ഫ്രോക്കും സ്കേർട്ടും മിഡിയും ഒക്കെ തന്നെ കൊതിയോടെ നോക്കി അത്തരം ഡ്രസ്സുകൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന ഒരു കൗമാരം എനിക്കുണ്ടായിരുന്നു. ഒന്നുകിൽ അതേ രീതിയിൽ തുണിയെടുത്ത് തയ്ക്കുക, അല്ലെങ്കിൽ ബംഗളൂരുവിലോ മറ്റു പോയി വാങ്ങുക. അതൊക്കെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിൽ സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ കിട്ടുന്നത് ഒന്നുകിൽ പാർത്താസ് അല്ലെങ്കിൽ ആകാശ് ദീപ്, അതും മുന്തിയ നിരക്കിൽ. മോഡേൺ ഡ്രസ്സുകൾ കണ്ടിട്ട് കൊതിയോടെ നോക്കി അത്തരം വസ്ത്രങ്ങളൊന്നും നമ്മുടെ കൊക്കിൽ ഒതുങ്ങില്ല എന്ന് കരുതി മോഹങ്ങളെ ഉള്ളിലിട്ട് പൂട്ടി നടന്ന എത്രയോ കൗമാരക്കാരികൾ എൻ്റെ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു. കാലം ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഉള്ളിൽ പൂട്ടിവെച്ച മോഹങ്ങളൊക്കെയും പൊടി തട്ടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ 40കളിൽ എത്തിയ പല സ്ത്രീകൾക്കും. അവരാണിന്ന് സുഡിയോയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. 4 വശത്തും നിരത്തിവെച്ച മാനക്വേനുകളിൽ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുവെച്ച, ചുറ്റിലും കണ്ണാടി വെച്ച കടയിൽ ചെന്ന് കയ്യിലുള്ള പൈസയ്ക്ക് കുർത്തയോ ടോപ്പോ അതോ ഷർട്ടോ പാൻസോ കിട്ടുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ കടയിൽ ചെന്നാൽ കൊക്കിനൊതുങ്ങുന്നത് കിട്ടില്ലല്ലോ എന്ന സങ്കടത്തിൽ മാറി നിന്ന് ഒരുപാട് ആളുകൾ. നല്ല വസ്ത്രമിട്ട് ചിത്രശലഭം പോലെ പാറി നടക്കാൻ കൊതിച്ച എത്രയോ കൗമാരക്കാരികൾ. അത്തരം ആളുകളുടെ ഇടയിലാണ് സുഡിയോ എന്ന ബ്രാൻഡ് അവരുടെ സ്ഥാപനങ്ങൾക്ക് നിറവ് നൽകാൻ എത്തിയത്. കയ്യിൽ 250 രൂപയുണ്ടെങ്കിൽ ആർക്കും നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രമിട്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങാമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ട് 4-5 വർഷങ്ങളെ ആയിട്ടുള്ളൂ. സുഡിയോയ്ക്ക് വമ്പൻ പരസ്യങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഈ ഔട്ട്ലെറ്റുകളിൽ അഫോർഡബിൾ ആയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ലായിരുന്നു. ഔട്ട്ലെറ്റിന്റെ മോടിയും ലുക്കും കാണുന്ന സാധാരണക്കാർ പലരും കരുതിയത് അവിടെ കാശുള്ളവർക്ക് മാത്രമേ ഷോപ്പിംഗ് പറ്റൂ എന്നായിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹിഷ്കരണം കാരണം സുഡിയോ ടാറ്റയുടെ വസ്ത്ര ഔട്ട്ലെറ്റ് ആണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നട്ടെല്ലായി നിൽക്കുന്ന വമ്പൻ ബ്രാൻഡിനെയാണ് അവർ എതിർക്കുന്നതെന്ന് പലരും അറിയുന്നത്. ഒപ്പം ഈ ഔട്ട്ലെറ്റ് വഴി ഏറ്റവും വിലക്കുറവിൽ മികച്ച ക്വാളിറ്റിയിലുള്ള ട്രെൻഡി വസ്ത്രങ്ങൾ കിട്ടുന്നുവെന്നും അറിയുന്നത്. എഴുതി വെച്ച നിയമാവലികളോ ആഹ്വാനങ്ങളോ ഇല്ലാതെ തന്നെ പ്രവൃത്തി കൊണ്ട്, പ്രയത്നം കൊണ്ട്, സ്വപ്നം ജീവിതം കൊണ്ട് ഒരേ സമയം വ്യാവസായിക പ്രസ്ഥാനവും ഒരുപാട് മനുഷ്യജീവനങ്ങൾക്ക് പ്രതീക്ഷയും മനുഷ്യൻ എന്നതിന് പ്രതീകവും ബിസിനസ്സിൽ പ്രവാചകനുമായ ഒരേ ഒരു സ്റ്റാർ ഐക്കൺ രതൻ ടാറ്റ എന്ന മനുഷ്യൻ്റെ സാമ്രാജ്യം. ബിസിനസ്സിൽ ആർജിച്ച പണം അത്രയും കോർപ്പറേറ്റ് വെൽത്ത് ബിൽഡിങ്ങിന് മാത്രമായി കൂട്ടിവെച്ചിരുന്നുവെങ്കിൽ രതൻ ടാറ്റ എന്ന പേര് അറിയപ്പെടുമായിരുന്നത് ലോകത്ത് നമ്പർ 1 കോടീശ്വരൻ എന്ന രീതിയിലാവുമായിരുന്നു. പക്ഷേ കോടികൾ കൂട്ടിവെച്ച് ഫോബ്സ് മാസികയിൽ ഇടം നേടുന്നതിന് പകരം അദ്ദേഹം കോടികൾ ചാരിറ്റിക്കും സ്വന്തം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായും നൽകി 140 കോടി ഇന്ത്യക്കാരുടെ മനസ്സിൽ അനശ്വരമായ ഇരിപ്പിടം നേടി എന്നതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനോട്, രാജ്യത്തിൻ്റെ സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തോട് നമ്മൾ ഇന്ത്യക്കാർ കൂറ് കാണിക്കേണ്ടത് സുഡിയോ എന്ന
വസ്ത്രവ്യാപാര കേന്ദ്രത്തിനൊപ്പം നിന്നുകൊണ്ടാവണം. അപ്പോൾ എങ്ങും എവിടെയും സ്റ്റാൻഡ് വിത്ത് സുഡിയോ ഹാഷ്ടാഗുകൾ നിറയട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളുടെ ഷോപ്പിംഗ് ചോയ്സുകളും അതിലൊന്ന് സുഡിയോ തന്നെ ആവട്ടെ എന്നതാണ് അവർ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.